ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് US മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും ഒക്കെ ക്ലോസ് ചെയ്തിരിക്കുന്നത് വലിയൊരു നെഗറ്റീവ് ട്രെൻഡിലാണ്. US മാർക്കറ്റിൽ ഡൗ ജോൺസ് 1.23% നെഗറ്റീവായിട്ടും S&P 1.60, നസ്ഡാക്ക് 2.24% നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് ഡൗ ജോൺസ് 542 പോയിൻറ്റും S&P 101 പോയിൻറ്റും നസ്ഡാക്ക് 472 പോയിൻറ്റും നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ മാർക്കറ്റും വലിയൊരു നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി പക്ഷേ 40 പോയിൻറ്റ് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് മിക്കവാറും വേൾഡ് മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് എഫക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഒരു ഗ്യാപ്പ് ഡൗണിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാലും ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗൺ പ്രതീക്ഷിക്കാം. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. ഡേ ക്യാൻഡിൽ വീക്കിലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 5 ആഴ്ചയായിട്ട് വീക്കിലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലാണുള്ളത്. മാർക്കറ്റ് അടുത്ത് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് 24,722, അതായത് 24,700 ഏരിയയിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. കാരണം മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിൽ വന്നുകൊണ്ടിരുന്നതാണ്. ഇവിടെ നിന്ന് ഈ ഒരു ഹൈന്ന് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു ഹയർ ഹൈ ആണ്. അപ്പോൾ അടുത്ത് വീണ്ടും ഇവിടെ നിന്നൊരു സപ്പോർട്ട് ഇതുവരേക്ക് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റിനൊരു പുൾ ബാക്കിനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു പുൾ ബാക്കിനുള്ള സാധ്യത മാർക്കറ്റിൽ വളരെ കൂടുതലാണ് ഇതുവരേക്കും വരികയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഫിബ് അനുസരിച്ച് 0.618 സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ളൊരു ഏരിയയോടെയാണ് 23,700 ഏരിയ എന്ന് പറയുന്നത്. അപ്പം കൃത്യമായിട്ട് നോക്കുക, മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലാണുള്ളത്. വരികയാണെന്നുണ്ടെങ്കിൽ 24,700 ഏരിയ ശ്രദ്ധിക്കുക. മാർക്കറ്റിൽ അവിടെ നിന്നൊരു പുൾ ബാക്കിനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോകാം. 15 മിനിറ്റിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ ഒരു ഏരിയ നോൺ ട്രേഡിംഗ് സോണാണ്. ഇവിടെ ഇൻട്രാഡേയിൽ നമുക്ക് സ്കാൽപ്പിങ്ങിനോ അല്ലെങ്കിൽ ആ സമയത്തുള്ളൊരു ടെക്നിക്കൽ അനാലിസിസോ ഇതിന് ഉള്ളിലൊരു ട്രേഡ് എടുക്കാം. 24,535 തൊട്ട് 24,683 വരെയൊക്കെയാണ്. ഏകദേശം 100 പോയിൻറ്റിന് മുകളിലാണ് നോൺ ട്രേഡിംഗ് സോൺ വരുന്നത്. മുകളിലോട്ട് മാർക്കറ്റ് എപ്പോഴെങ്കിലും ഈ ഒരു റേഞ്ച് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ്സിൽ 24,683 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് 24,782 ആണ്. അതായത് ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,782. 15 മിനിറ്റ്സ് ക്യാൻഡിൽ ശ്രദ്ധിക്കുക. ഇതും ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,878 ആണ് അടുത്ത ടാർഗറ്റ്. താഴോട്ട് ഈ ഒരു ഏരിയ 24,535 താഴോട്ട് 15 മിനിറ്റ്സിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,462. പിന്നെ വരുന്ന ഏരിയ എന്ന് പറയുന്നത് 24,380 ആണ്. ഇവിടെ നിന്ന് മാർക്കറ്റ് 380 ഒരു സ്ട്രോങ് സപ്പോർട്ടായിരിക്കും താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ. മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് ലെവലാണ്. ഹയർ ടൈം ഫ്രെയിമിലോട്ട് ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നതും ഒരു സപ്പോർട്ട് ലെവലാണ്. കാരണം ഈ ഒരു ഏരിയയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിയിട്ടുണ്ട്. മുകളിലോട്ട് ഇത് ബ്രേക്കൗട്ട് കിട്ടിയെങ്കിലും തിരിച്ച് താഴോട്ട് വരുന്ന സമയത്തൊക്കെ ഇത് ഫുള്ള് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ ആഴ്ചകളോളം കൺസോൾഡേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് പിന്നെ ഇവിടെ നിന്ന് മുകളിലോട്ട് കയറിയത്. അപ്പോൾ മാർക്കറ്റ് ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ നിന്ന് നല്ലൊരു സപ്പോർട്ടിനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രമേ 24,722 പോകത്തുള്ളൂ. അതായത് ഈ ഒരു ഏരിയയിൽ നിന്ന് താഴോട്ട് ബ്രേക്കൗട്ട് താഴോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഏരിയയിലോട്ട് പോകും. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ലെവലിൽ നിന്ന് തന്നെ ഒരു പുൾ ബാക്കിനുള്ള സാധ്യതയുണ്ട്. അപ്പം കൃത്യമായിട്ട് വരും ദിവസങ്ങളിലുള്ള ഡേ ക്യാൻഡിൽ നോക്കുക. കൃത്യമായിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു റിവേഴ്സ് സ്ട്രാറ്റജി വർക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അവിടെ നിന്ന് അടുത്തൊരു ഹയർ ഹൈയിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. നമുക്ക്
ഡേറ്റയിലോട്ട് പോവാം. ഡേറ്റ വെള്ളിയാഴ്ച സ്റ്റോക്ക് FIS 3366 കോടിക്ക് സെല്ലിങ്ങും അതുപോലെ തന്നെ 3187 കോടിക്ക് DAS സ്റ്റോക്കിൽ ബൈയിങ്ങും ചെയ്തിട്ടുണ്ട്. ക്ലയൻറ്റിൻ്റെ ഡേറ്റ എല്ലാം സ്ട്രോങ് ആണ്, പക്ഷേ FISM Proയും ഒക്കെ ഒരു നെഗറ്റീവ് ട്രെൻഡാണ് കാണിക്കുന്നത്. ഓപ്ഷൻസ് FIS ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ FIS 77,567 ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ സെല് ചെയ്തിട്ടുണ്ട്. പുട്ട് ഓപ്ഷൻ 2.01 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈയിങ് ആണ്. പ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിലും പുട്ട് ഓപ്ഷൻ ബൈയിങ് ആണ്. 2.26 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈയിങ് ആണ്. 16,000 സംതിങ് കോൾ ഓപ്ഷൻ സെല്ലിംഗ് ആണ്. ക്ലൈൻറ്റ് കോൾ ഓപ്ഷൻ 93,582 ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ ബൈയിങ് ആണ്. പുട്ട് ഓപ്ഷൻ 4.52 ലാക്ക് ക്വാണ്ടിറ്റി. മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ കിട്ടുകയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒന്ന് റിക്കവർ ആവാൻ ശ്രമിക്കും. പക്ഷേ എന്നിരുന്നാലും മാർക്കറ്റ് മൊത്തത്തിലൊരു ഡൗൺ ട്രെൻഡിനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോവാം. ഇൻട്രാഡേ ചാർട്ടിൽ മാർക്കറ്റ് കൃത്യമായിട്ട് എവിടെ ഓപ്പൺ ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം വേൾഡ് മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലാണുള്ളത്. മാർക്കറ്റ് ഈ ഒരു റേഞ്ചിനുള്ളിൽ ഒരു ഗ്യാപ്പ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് പുൾ ബാക്ക് കിട്ടും. 24,489, 24,472. അതായത് ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ ഇവിടെ നിന്ന് എൻട്രി നോക്കാം. 24,472 താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഇവിടെ നിന്ന് എൻട്രി നോക്കാം. കോൾ ഓപ്ഷൻ മാർക്കറ്റ് CPR വരയ്ക്കും തിരിച്ച് കയറി പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒരു വലിയൊരു ഗ്യാപ്പ് ഡൗണിലോട്ട് എന്തായാലും ഈ 24,572 ക്ലോസിങ് വന്നിരിക്കുന്നത്. 24,472 താഴോട്ട് ഓപ്പണിംഗ് വരികയാണെങ്കിൽ മാത്രമേ മാർക്കറ്റ് സ്റ്റാർട്ടിങ്ങിലെ ഒരു ഡൗൺ ട്രെൻഡിലോട്ട് പോകാൻ സാധ്യതയുള്ളൂ. അതായത് ഈ ഒരു ഏരിയയ്ക്കുള്ളിൽ ഒരു ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇതിന് മുകളിൽ ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ CPRലോട്ട് മാർക്കറ്റ് പോകും. ഇനി ഒരു ഗ്യാപ്പ് അപ്പാണ് കിട്ടുന്നതെങ്കിൽ ഒരു CPRനുള്ളിലൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,642, 24,658 ശ്രദ്ധിക്കുക. മാർക്കറ്റ് ഇവിടെ നിന്ന് റിജക്ഷൻ വരാം, അല്ലെങ്കിൽ 24,703, 24,722 ഇവിടെ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും മാർക്കറ്റ് റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഇതിന് മുകളിലോട്ട് 700 മുകളിലോട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യതയില്ല. മാർക്കറ്റ് ഇവിടെ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ഒരു ഫാള് എക്സ്പെക്റ്റ് ചെയ്യാം. ഏറ്റവും താഴത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് 24,402, 24,380 മാർക്കറ്റ് ഇതിനുള്ളിൽ തന്നെ മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാനും സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇത്രയൊക്കെയുള്ളൂ. ബാക്കി അപ്ഡേഷൻസ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലൈവ് മാർക്കറ്റിലുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.